ഇല്ല നമ്മളെ ഇവരില്ലേ രാഘവ കുഞ്ചു സൂപ്പർ സ്റ്റാർ പുള്ളി മരിച്ചു. നമ്മൾ അപ്പൂപ്പന്റെ വെല്ലിച്ചന്റെ മോന്റെ മോനാണ് ഈ രാഘവ മാമൻ. അത്ര അടുത്ത ബന്ധാണ്. വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതെ, രാഘവേട്ടൻ മരിച്ചിട്ടില്ല. എടാ സുധി, നീ എവിടെ നിന്ന് കിട്ടിയ വാർത്തയാണ് എന്നെ കാണിച്ചത്? ഹലോ, ദുർവാസ ഹോസ്പിറ്റൽ പറയൂ. ഇല്ല, രാഘവ് കുഞ്ചു മരിച്ചിട്ടില്ല. എപ്പോ മരിക്കുമെന്നോ? അതിപ്പോ ഞങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. എന്റെ കൂളിംഗ് ഗ്ലാസ് എവിടെ? അത് വെച്ചാല് പ്രായം കുറയും. പ്രായം അല്ലെങ്കിൽ പ്രായം പറയും. ராகு சார், எப்படி இருப்பீங்க? நல்லா இருக்கா? ஹெல்த்தி ஆயிட்டு இருக்கீங்களே? வேற ஏதாவது பிரச்சனைகளൊന്നും ഇല്ല? ഇല്ല. ശരി ശരി. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഞാൻ മരിച്ചു ഡോക്ടർ. മരിക്കേ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഈ സോഷ്യൽ മീഡിയയിലപ്പോ ഞാൻ കാതരാഞ്ജലികൾ അർപ്പിച്ചോണ്ട് അത് സോഷ്യൽ മീഡിയയിലും പിന്നെ ഏതൊക്കെ ചാനലില്ലേ, ചാനലിലൊക്കെ അന്തമാതിരി ഒരു വാർത്ത വന്നു. അതെല്ലാം തപ്പ്. നിങ്ങൾ എവിടേക്ക് മരിക്കണോ? ഞാനെവിടെ മരിക്കാനാ? ഞാൻ മരിക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രശ്നം വിളിക്കാം, എന്നിട്ട് അവരോട് കാര്യം പറയാം, മരിച്ചിട്ടില്ല പറയാം. പേരെന്താ? പേര് സത്യശീലൻ, ഡോക്ടർ സത്യശീലൻ. നിങ്ങളെ പേരല്ലാന്ന്. കുട്ടിയുടെ പേരെന്താ? ദമയന്തി. നല്ല പേര്. സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. എന്റെ അടുത്ത സിനിമയിൽ ഒരു പുതുമുഖ നായികനെ വേണം. അതെ, ഇവര് സിനിമയിലൊന്നും അഭിനയിക്കില്ല. ഇവർക്ക് അഭിനയിച്ച സിനിമ പൊട്ടു. അത് വേണ്ട. അവർ ഇവിടുത്തെ PR സ്റ്റാഫ് അല്ല. അപ്പൊ റെസ്റ്റ് എടുക്ക്. താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഒരു സിനിമക്ക് പറ്റും. ഒരു സിനിമ എടുക്ക പറ്റിയതന്നെ. സൂപ്പർ സ്റ്റാർ രാഘവ് കുഞ്ചു മരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടല്ലോ, ആ വാർത്ത ശരിയാണോ? ഇല്ല, അന്തമാതിരി വാർത്തകളെല്ലാം തപ്പ്. അതേ സോഷ്യൽ മീഡിയയിലും പിന്നെ വേറെ ഏതൊക്കെയോ ചാനലിലും ഞാനും പാത്താച്ച அந்த വാർത്തകളെല്ലാം തപ്പ് തന്നെ. സാർ, അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണോ ഇപ്പൊ പറയുന്നത്? തീർച്ചയായും അവർ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് താ ഇരിക്കുന്നത്. അപ്പൊ ശീതളല്ലേ പറഞ്ഞത് മരിച്ചെന്ന്? എന്താപ്പ ചെയ്യ, ഓരോരുത്തർക്ക് പറ്റുന്ന ഓരോ അബദ്ധങ്ങളെ. ഇതിപ്പോ ഞങ്ങളുടെ കാർത്തിയാനിയമ്മായി പറ്റിച്ച പണിയപ്പത്. അവിടുന്ന് നിങ്ങട് കേട്ടുടനെ അമ്മായി അങ്ങോട്ട് നിലവിളി തുടങ്ങി ഞങ്ങളുടെ മുത്തശ്ശിയോട് വിളിച്ചു പറഞ്ഞു തീർന്നു കേട്ടോന്ന് പറഞ്ഞു. അതാ കേട്ടോട് കൂടെ പിന്നെ ഞങ്ങൾ എന്തെന്നാ വിചാരിക്കുക, ചെറിയൊരു ജീവൻ ബാക്കിയുണ്ടായിരുന്നു അത്രേ. അവിടുന്ന് അങ്ങോട്ട് ഡോക്ടർമാര് നോക്കി ഇപ്പൊ പയർമണി പോലെ നടക്കുന്നത് ആള്. അത് വളരെ സന്തോഷം. അതെ. അപ്പൊ കേട്ടത് മുഴുവൻ ഫേക്ക് ന്യൂസ് ആണ്. അതെ, എന്താ ചെയ്യാ, ആൾക്കാർക്ക് എന്തെങ്കിലും കേട്ടാ മതിയല്ലോ. ഒരാളെ കൊല്ലാനാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ളേ. അവരെല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് മേളാങ്കിച്ചു. അതപ്പ ഉണ്ടായത്. 20 വർഷമായിട്ട് നല്ലൊരു നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത്. നമ്മ ഹോസ്പിറ്റലിനെ ഡീഗ്രേഡ് ചെയ്യறதுக்கு വേണ്ടി മറ്റുള്ള ഹോസ്പിറ്റലുകള് പരമാവധി ട്രൈ പണ്ണുന്നുണ്ട്. அதுதான் ഇത്. അവർ മരിച്ചു, ഇവർ മരിച്ചു എല്ലാം പറഞ്ഞിട്ട് ന്യൂസുകൾ വരും. ദുർവാസ ഹോസ്പിറ്റലിന് അന്ത മാതിരി ഒരു പ്രശ്നമില്ല. ഇവിടെ നിറയെ എക്യുപ്മെന്റ്സ് ഇരിക്ക്, ആധുനികമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഇവിടെ ഇരിക്ക്, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാർ ഇരിക്ക്. അതുകൊണ്ട് അവർക്ക് ഒന്നും മരണമില്ല. ഓക്കെ, തീർച്ചയായും അവർ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് താ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ഹോസ്പിറ്റല് ദുർവാസ ഹോസ്പിറ്റൽ, ഞാൻ அந்த ഹോസ്പിറ്റലുക്ക് MD 20 வருஷமாச்சு நல்ல நிலையில் வருന്ന ஒரு ஹாஸ்பிட்டல் தானே இது. நான் முன்னாடி
முன்னாடி நான் கோயம்புத்தூர் ஒரு துர்கா ஹாஸ்பிட்டல் 2.5 ஏக்கர் வருന്ന ஒரு വലിയ ഹോസ്പിറ്റല് அந்த ഹോസ്പിറ്റലിന്റെ എംഡി താനെ ഇവിടെ என்னுடைய ഒരു ഇന്റിമേറ്റ് മരിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ്. ആശുപത്രിയുടെ എം ഡി ആണ് പറയണത്. ഇതെന്ത് പരിപാടിയാണ് ഹോസ്പിറ്റലുകാർ? അവര് കംപ്ലീറ്റ് പരസ്യം പോലെ ചെയ്ത് കൊടുക്കുന്നത്. ഈ പുട്ടിന് തേങ്ങാടും പോലെ മരിച്ചില്ല എന്നുള്ളൊരു വാർത്ത ഇവരിങ്ങനെ പോലെ ടെക്നോളജിന്റെ ഓപ്പറേഷന്റെ എല്ലാം കാര്യം പറ്റും. കംപ്ലീറ്റ് പരസ്യമാണ്. എടാ അവരിതൊരു മുതലാക്കിയെടുത്തേക്കല്ലേ ഈ അവസരം. ഇതുപോലെ കേരളം മൊത്തം കവർ ചെയ്യണ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപ വേണം? അവരിതിപ്പോ വലിയ നടനല്ലേ, അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അവരുടെ ആശുപത്രിക്കല്ലേ പേര്. സാർ, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില് ഈ ഐസിയുവിൽ കിടക്കുന്ന രോഗികള് അവര് ഇപ്പൊ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവര് ഒരാഴ്ചത്തോളം അവർക്ക് ഓക്സിജൻ കൊടുത്ത് നിലനിർത്തി അവർ പാവപ്പെട്ട ആളുകളിൽ നിന്നും ബില്ല് തട്ടിപ്രൈസ് ആക്കുന്നുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്ന് കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? അതിനെപ്പറ്റി സാർ അത് ശരിയാണ്. ആണോ? ആണ് അങ്ങനെ ഉണ്ട്, പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പൊ ഈ ഹോസ്പിറ്റൽ ഉണ്ട് എന്നാണോ സാർ പറയുന്നത്? ഈ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാർ, അങ്ങനെ ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മ ദുർവാസ ഹോസ്പിറ്റലിൽ അതില്ല. അന്ത മാതിരി ഒരു പരിപാടി നമുക്കില്ല. ദുർവാസ ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആണ് ഹോസ്പിറ്റല്, നിങ്ങൾക്ക് തന്നെ തെരിയും. അതന്നെ, ദൈവത്തിന്റെ രക്ഷ ഉണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഉത്സവ തിരക്കിന്റെ കൂടെ ഒരാൾക്ക് വരാനും പോവാനും പറ്റുമോ? അതപ്പ എന്നാ നിങ്ങളെല്ലാരും പോയിക്കോളൂ കേട്ടോ. മരിച്ച അറിയിക്കാം. എന്നാ ശരി കേട്ടാ. അവന്റെ ഉണ്ണേ ഇങ്ങനെ നാണം കേട്ടാ ഇയ്യഞ്ഞി ഇതൊരു കഷ്ടം ആലോചിച്ച് നോക്കോ. ഇപ്പൊ വന്നോരടുത്തും പോയവരടുത്തൊക്കെ മറുപടി പറഞ്ഞോണ്ടിരിക്കല്ലേ. അയ്യോ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ വല്ല ഉപകാരമുള്ള ഒരു മനുഷ്യനാണോ ആ ആൾക്ക് വേണ്ടിട്ടപ്പൊ നമ്മൾ ഈ തീ തിന്നണതേ? സത്യം. ഫോട്ടോഷോപ്പ് ആക്കിയിട്ട് മൊത്തം രാഘവമാന്റെ ഫോട്ടോ ഷെയർ ചെയ്തില്ലേ ഞാൻ? എന്തിനാ നീ ഒന്ന് നടത്താണ്ട് കാളെ പറ്റൂന്ന് അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്കും കയറെടുക്കാൻ നിക്കണ്? പറ്റണത് ചെയ്താ പോരെ? ഇതേട്ടാ നിങ്ങള് പറഞ്ഞല്ലേ ഞാൻ ചെയ്ത്. ഇതിപ്പോ ഞമ്മക്കെതിരെ കേസ് തരൂലേ? ഞമ്മളല്ല ഇപ്പൊ ഇല്ലാത്ത കുറെ വാർത്തകൾ ഉണ്ടാക്കിയാണ് ഷെയർ ചെയ്ത്. നമുക്കെതിരെ കേസ് പറഞ്ഞതിന് നീ ഉണ്ടാക്കിയതല്ലല്ലോ അല്ലേ? എന്റെ പൊന്നു ഞാനല്ല, ഇത് വാട്സപ്പിൽ വന്ന വാർത്തയല്ലേ? അല്ല, ഇനി അയാളെ ആശുപത്രി കൊണ്ടുപോകുന്ന അറിഞ്ഞപ്പോ നീ ഉണ്ടാക്കി വിട്ടതാണ് ഇത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാ? നമ്മളെല്ലാം ഉണ്ടാക്കിയെങ്കിൽ നമ്മളകത്ത് കൊണ്ട കാര്യം ആണെങ്കിൽ പെടൂട്ടോ. ഫേസ്ബുക്കിലൊന്നും കുഴപ്പമില്ലട, ഇതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതോർത്ത് പേടിക്കണ്ട. എന്തൊരു കഷ്ടമാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോസ്റ്റിന് ഇത്ര ലൈക്കും ഷെയറും കിട്ടണം. ഇയാള് മരിച്ചാ മതിയായിരുന്നു. കൊല്ലണോ അവസാനം? ഈ വാർത്ത ഡിലീറ്റ് ചെയ്തേക്കാം. അയ്യോ, ആ ഫ്ലെക്സ് ഊരിട്ടില്ലേ? അത് പോയിട്ട് ഊരുണ്ണേ. ഇനി അത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരില്ലേ? രാഘവമാൻ എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, പിന്നെ അന്ന് വെക്കണ്ടല്ലോ നമുക്ക്. അത് പോയി ഊര്, അല്ലെങ്കിൽ പൊതിരെ തള്ളി കിട്ടും, അതാണ്ടാവുക. അയ്യോ മുകളിൽ കയറണം. അമ്പലത്തിൽ പരിപാടി തുടങ്ങി. അടുത്ത കോള് പറഞ്ഞു. നിങ്ങൾ എന്താണ് പറഞ്ഞു? സുഖേട്ടാ, നിങ്ങളല്ലേ പറഞ്ഞു ഇന്നലെ ശീതളന്റെ വീട്ടിലേക്ക് സിനിമാക്കാരും പത്രക്കാരൊക്കെ വരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പണിക്ക് പോണ്ടിരുന്നു. ഇന്നലെ ആരും വന്നില്ല. ഇന്ന് ബോഡി എപ്പോഴാ വരിക? അതേ പതുക്കെ പറ. രാഘവൻ സാർ മരിച്ചിട്ടില്ലെന്ന്. എന്താ നിങ്ങൾ പറഞ്ഞു? അതെ, ഇവനൊരു വ്യാജ വാർത്ത കൊണ്ടുവന്നത് നമ്മൾ വിശ്വസിച്ചിട്ട് പറഞ്ഞു പോയതാണ്. ഇപ്പതേ മരിച്ചിട്ടില്ലെന്ന് ആശുപത്രിയുടെ MD പറയണു. ആദ്യം മരിച്ചു പറയാ, പിന്നെ മരിച്ചിട്ട് പറയാ. ആളെ കളിയൊക്കെ എന്തൊരു കഷ്ടം നോക്ക്. ഇതെന്ത് മരിക്കാതിരുന്നതാ? അതല്ലട ചങ്ങാതി, ഇന്നലെ ഒരു വാർപ്പായിരുന്നു എനിക്ക്. ഇന്നലെ പണിക്ക് പോയിരുന്നെങ്കിൽ 1.5 കൂലിയും 1 ഫുള്ളും പിന്നെ ഉച്ചക്ക് പൊറോട്ടയും ബീഫായിരുന്നു. എല്ലാം പോയില്ലേ? എന്റെ പൊറോട്ടയും ബീഫും. എന്റെ ഇവിടെ എത്ര ലൈക്കും ഷെയറുമാണ് പോയത്. ഞാനിപ്പോ അത് റിമൂവ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഇങ്ങനെ നാളെ ഞാൻ വേറൊരു പണിക്ക് വരാം, അതും പോണില്ല പറഞ്ഞ് ലീവ് എടുത്തുന്ന്. ഇനി നാളെ എനിക്ക് പണിയില്ല. ഇപ്പൊ 2 ദിവസത്തെ എന്റെ പണി അങ്ങോട്ട് പോയി കഴിഞ്ഞു. ഞാൻ പെണ്ണിനോട് ഞാൻ എന്താ പറയാ, അവിടെ സാരി കൊടുത്ത് നിൽക്കുക ശവം കാണാമാരാ. സുഖേട്ടന് പണിയല്ലേ പോയുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടുകാർക്കുള്ള നഷ്ടോ, ഇവിടെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ വന്ന് ലോകം മുഴുവൻ ഈ നാടറിഞ്ഞാനെ ഇയാളൊന്നും മരിച്ചേച്ചെങ്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? പുള്ളി മരിക്കാതിരുന്നിട്ട് ഇപ്പൊ ആർക്കെന്ത് ഗുണം? എന്റെ സുഖേട്ടാ, ഇതിപ്പോ ഏതോല്ലോ തലതെറിച്ച ഞങ്ങൾ വാട്സപ്പിന്റെ അകത്ത് ഇങ്ങനത്തെ മെസ്സേജ് നമ്മൾ പെട്ടുപോയല്ലേ ഇതിന്റെ അകത്ത്. അതെ, ഇനി അധികം ആൾക്കാരോട് പറയാൻ നിൽക്കണ്ട കേട്ടാ, പുള്ളി മരിച്ചിട്ടില്ല. അതല്ലേ? എന്നാ മേശിനെ കണ്ടിട്ട് നാളെ പണിക്ക് പോകാനുള്ള കാര്യം നോക്കട്ടെ. പണി കാര്യം നടക്കില്ലേ? മോനാ, ചത്ത വീട്ടിൽ നിന്ന് ഇനി കുടിക്കാൻ കിട്ടൂല. നമുക്കൊരു കട്ട കിട്ടാലോ? 50 ഉണ്ടാ? 50 ഇല്ല. അപ്പൊ ചുണ്ടായിട്ട് ഇറങ്ങിയൊക്കെയാണോ കുടിക്കാൻ?
ആ ബെസ്റ്റ്. അപ്പൊ ഇന്നലെ നിങ്ങൾക്ക് ചൂടേയും എനക്ക് ചൂടില്ല. ആരെ ചെലവിൽ ഇന്നലെ കുടിച്ചു? നിന്റെ അടുത്തില്ലേ? എന്റെ അടുത്തുണ്ട്. എന്നാ പോയി മേടിക്കും, ഞാൻ തരാം. ഇല്ലേ എന്റെ അടുത്തില്ല. പണിക്കോ എന്റെ അടുത്ത് വരുന്ന പൈസ നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ട്? എന്താ ഈ കാട്ടൊക്കെ ഇങ്ങനെ കെട്ടേണ്ട കാര്യണ്ടോ? ഒന്നഴിക്കേ, ഉത്സവത്തിന്റെ ആൾക്കാരൊക്കെ വന്ന് കാണും. രാഘവം അവനെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ നിൽക്കും വിചാരിച്ചിട്ടാ. കഴിക്കാന്ന് വേഗം. എടാ ഇത് പിടിച്ച് വലിക്കേ, ആൾക്കാരിപ്പോ വരില്ല ഉത്സവത്തിന്റെ. അഴിച്ചോ അഴിച്ചോ അയ്യോ അങ്ങ് തിരിച്ചു വെക്കണ. ശീതളേട്ടാ, ഇതിപ്പോ എന്തിനാ അയക്കുന്നേ? ഇതിപ്പോ എന്തിനാ അയക്കുന്നേ? അല്ല എന്തപ്പോ ഒരു അബദ്ധം പറ്റിയതാണ്. ഇനിയിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലാന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പൊ സംഘടന നേതാവില്ലേ, അയാൾ ഇതാ പോസ്റ്റ് ഇട്ടല്ലോ. എന്താണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. മരിച്ചോ? ആ മരിച്ചു എന്ന് പറയുന്നേ. നോക്കട്ടെ. ഇതാ രാഘവ് കുഞ്ചു അന്തരിച്ചു. അയ്യോ കേട്ടടാ ഉണ്ണി, കേട്ടടാ. മരിച്ചു മരിച്ചു. കേട്ടിക്കോ. ഞങ്ങളുടെ രാഘവമ്മാവാ. അയ്യോ കെട്ട് കെട്ട്, ഞാൻ കെട്ടിക്കോ, ഞാൻ കെട്ടിക്കോ. ഹലോ, ദുർവാസ ഹോസ്പിറ്റൽ. പറയൂ. രാഘവ് കുഞ്ചു മരിച്ചു. ഇന്നലെ അല്ല മരിച്ചത്, ഇന്ന് മരിച്ചു രാവിലെ. അങ്ങനെയാ പറഞ്ഞത്. അതിപ്പോ ഞങ്ങളുടെ MD മീഡിയക്ക് കൺഫർമേഷൻ കൊടുക്കുമ്പോഴേ ഔദ്യോഗികമായിട്ട് മരിക്കുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ പേര് ഡോക്ടർ സത്യശീലൻ. ഞാൻ இந்த ദുർവാസ ഹോസ്പിറ്റലിനുടെ MD. ഇവിടെ നിറയെ എക്യുപ്മെന്റ്സ് സാധനങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അസുഖമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിച്ച് നല്ല രീതിയിൽ അവരെ പറഞ്ഞയക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങൾ നോക്കണം. ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റൽ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ മാതിരിത്തായിരിക്കും. നിറയെ വലിയ നല്ല ഫാനുണ്ട്, നല്ല കാറ്റുള്ള ഫാനുണ്ട്. പിന്നെ ഈ TV ഉണ്ട്. നമ്മളുടെ എല്ലാ റൂം ഉണ്ടാവില്ലേ, റൂം ഇരിക്കില്ലേ അന്ത റൂമിലൂടെ എല്ലാവർക്കും TV ഉണ്ട്. അതെ, അത് പറഞ്ഞു വരുമോ? അത് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറയട്ടെ അത്. അപ്പൊ അങ്ങനെ എല്ലാ റൂമിലും AC വെച്ചിട്ടുണ്ട്. പിന്നെ ഫാന് വേറെ ഉള്ളവർക്ക് ഫാന് വേറെ ഉണ്ട്. പിന്നെ ഷവറുണ്ട്, എല്ലാ ബാത്റൂമിലും നല്ല ഷവർ വെച്ചിട്ടുണ്ട്. പിന്നെ സോഫയുണ്ട് എല്ലാ റൂമിലും. അപ്പൊ അങ്ങനെ ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ എന്റെ മാതിരി പോകുമോ അന്ത മാതിരിയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ വേറെ ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. അതെ, എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. മരിച്ചില്ല എന്നുള്ളൊരു ഉറപ്പായിട്ടില്ലത്. വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കെട്ടിയിട്ട് അറിയാലോ, കെട്ടി താഴെ ഇറക്കിയത്. അവിടെ അടങ്ങ്, നമുക്ക് ഒന്നുകൂടെ സ്ഥിരീകരിക്കാം. അല്ലെന്നേ, മൊയ്തുക്ക് എന്നോട് പറഞ്ഞായിരുന്നു മരിച്ചു. അത് മൊയ്ത് പറയണമെന്നും കാര്യമായിട്ട് എടുക്കണ്ട. നീ TV-യിൽ വാർത്ത വല്ലതും കണ്ടോ? ഇല്ലല്ലോ. അത് അങ്ങനെ ആരെങ്കിലും കണ്ട അന്നാ നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ ഉടനെ സാധനം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാ. നമ്മളിവിടെ ഏത് രോഗി വന്നാലും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാത്തിനും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാരാണ്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് എല്ലാവരും. ഓക്കെ. പിന്നെ ഇനി വേറെന്താ നിങ്ങൾ ചോദിച്ചത്? രാഘവ് കുഞ്ചുവിന്റെ അവസ്ഥ മോശമാണ്, മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് കേൾക്കുന്നു. അത് അങ്ങനെ സംഭവിച്ചു.
രാഘവ് കുഞ്ചു സാർ നമ്മൾ എല്ലാ ട്രീറ്റ്മെന്റും എല്ലാ ഡോക്ടർമാരും നല്ല കിണഞ്ഞ് പരിശ്രമിച്ചു. അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും നല്ല പോലെ ട്രൈ ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാ, അവർക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. അതെ, അതല്ല ഞാൻ പറയുന്നത്. അനാസ്ഥ എങ്ങനെയാ, ഒരാളുടെ ജീവൻ എങ്ങനെയാ പോകും നമുക്കറിയില്ല. നമ്മൾ പരമാവധി ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംഭവം ഉറപ്പാണെന്ന്. എന്താ ഉറപ്പ്? ഇന്നലത്തെ പോലെ വാട്സാപ്പിൽ ഒന്നുമല്ല, രാഘവേട്ടൻ മരിച്ച് കൺഫേം ആണ്. എന്ത് കൺഫേം? എന്താ ഉറപ്പ്? നീ എന്ത് ഉറപ്പിന്റെ കണ്ടോ? ഞാൻ കണ്ടതല്ല, ആശുപത്രി എന്നുള്ള വാർത്താ സമ്മേളനം തേണ്ട ഔദ്യോഗികമായിട്ടുള്ള വീഡിയോ. ഇതൊന്നും അല്ല. പിന്നെ താരസംഘടനയുടെ ഔദ്യോഗികമായ അങ്ങനത്തെ താരങ്ങൾ പലരും പറഞ്ഞാണല്ലോ ഈ വാർത്ത ഷെയർ ചെയ്ത്. ഇത് ഉറപ്പാണ്, നിങ്ങൾ കെട്ടിക്കോന്ന്. എന്റെ പേര് അങ്ങനെ പറയല്ലേ, ചുമ്മാ ഒരു പ്രാവശ്യം കേട്ട്. എന്തായി മരിച്ചു. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് MD വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങള് വരുന്നത്. ബോഡി നമുക്ക് വീട്ടിലെത്തിക്കോ, അല്ലെങ്കിൽ ഞങ്ങളത് കാരണവന്മാരായിട്ട് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം അതൊന്ന് പെട്ടെന്ന് ആലോചിച്ച് എന്നെ വിളിച്ച് പറയണം. പറയും നിങ്ങൾ കാര്യങ്ങൾ എന്താ ചെയ്യും. നിങ്ങൾക്ക് താരരാജാവ്, ഞങ്ങൾക്ക് ചോര കാണാൻ പറ്റുന്നല്ലോ. അന്നത്തെ കൊടുത്തിട്ടില്ല, ഒരെണ്ണോടെ എടുക്കട്ടെ.